Hey guys, welcome back to the video. Ranjit here. So സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ നമ്മൾക്കറിയാം എക്സാമിനേഷൻ ഒരു ജസ്റ്റ് അറൗണ്ട് ഒരു 1 മന്താണ് നമുക്ക് ഇനി മെയിൻസ് പരീക്ഷയ്ക്കായിട്ടുള്ളത്. സോ ഈ ഒരു ഘട്ടത്തിൽ പല ആസ്പിരൻസിൻ്റെയും മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഫീലിംഗ് അൺപ്രിപ്പയർഡ്. അതായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഓർമ്മയിലുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. ഇനി അങ്ങോട്ടുള്ള സമയം എങ്ങനെ വിനിയോഗിക്കണം, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരാം. സോ ഈ ഒരു അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെയാണ് മാറുക, അതിനുവേണ്ടി ഒരു ഫൈനൽ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വളരെ ടെക്നിക്കലായിട്ട് പേപ്പർ വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജി അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ജനറലായിട്ട് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അത്തരത്തിൽ നമ്മൾ ഫോം ചെയ്യേണ്ട ഒരു ഫൈനൽ സ്ട്രാറ്റജിയെക്കുറിച്ചുമാണ്. എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഫീൽ ചെയ്യുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്, ജസ്റ്റ് ഫീലിംഗ് അൺപ്രിപ്പയർഡ്. അതിൽ ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് സിലബസ് സ്റ്റിൽ ഫീൽസ് ഇൻകംപ്ലീറ്റ്. വളരെ കാര്യമായിട്ടൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനായിട്ടുണ്ട്, ഇനിയും പഠനം കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെയൊരു ചിന്ത. സോ ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഉള്ള 2 പേപ്പേഴ്സാണ്. പ്രത്യേകിച്ച് പേപ്പർ 1 ബന്ധപ്പെട്ട് സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇത് വളരെ ക്വൈറ്റ് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യു ഫോർഗോട്ടൺ വാട്ട് യു ഹവ് സ്റ്റഡീഡ്. അതായത് പഠിച്ച കാര്യങ്ങൾ തന്നെ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. സോ ഇതും വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് ഈ ഒരു ഫൈനൽ ഫേസിൽ. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അൺഷുവർ അബൌട്ട് ന്യൂ പേപ്പർ. അതായത് പേപ്പർ 2 ബന്ധപ്പെട്ട ഒരു അൺസർട്ടനിറ്റിയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റൈൽ എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങൾ പഠിച്ചത് തന്നെ എക്സാമിനേഷന് മതിയാവുമോ, ഇത്തരത്തിലുള്ള പല കൺഫ്യൂഷൻസും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, നോട്ട് ഇനഫ് ടൈം ഫോർ കംപ്ലീറ്റ് റിവിഷൻ പ്രാക്ടീസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താലും ഈ ഒരു ഫൈനൽ ഫേസിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി എങ്ങനെ റിവൈസ് ചെയ്യും, എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും വരാം. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വലിയ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം. സോ ഇതാണ് ജനറലി ഉദ്യോഗാർത്ഥികൾ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് ഈ ഫീലിംഗ് അൺപ്രിപ്പയർഡ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ യു ഫീൽ സ്റ്റക്ക് ആൻഡ് ഹൗ ടു റീസെറ്റ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് വരുന്നത്, അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സോ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഫേസ് പ്രഷർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് ഏറ്റവും അധികം സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ, അതായത് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു സമയം എത്തുമ്പോൾ ഈ പ്രഷർ വളരെയധികം കൂടി വരും. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് സെൽഫ് ഡൗട്ട് ആയിരിക്കും. അതായത് വളരെ മികച്ച രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടോ, ഈ കോമ്പറ്റീഷൻ വളരെ പുറകിലോട്ട് പോകും, ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് വരിക എന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂ പേപ്പർ എന്നുള്ളൊരു കാര്യം. അത് ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടനിറ്റി ആഡ് ചെയ്യുന്ന കാര്യമാണ്, അതൊരു എക്സ്ട്രാ പ്രഷറാണ്. ഇനി തേർഡ് പോയിന്റ്, ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് വെരി കോമൺ. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ കാര്യങ്ങൾ മറന്നുപോയി എന്ന് ഫീൽ ചെയ്യുന്നത്, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ മാത്രം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനേഷൻ തയ്യാറെടുത്ത ഒട്ടുമിക്ക ആസ്പിരൻസും ഈ ഒരു ഘട്ടത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പല വിഭാഗങ്ങളിലും ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത വിഭാഗങ്ങളിൽ പോലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഇങ്ങനൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. അതായത് ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും മറന്നുപോയി എന്നുള്ളൊരു കാര്യം. ഇത് കോമൺ ആണ്. എന്നാൽ ഫൈനൽ ആയിട്ടുള്ളൊരു ടാർഗറ്റഡ് റിവിഷനിലൂടെ നമ്മൾക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് റിഗ്രറ്റിംഗ് ലോസ്റ്റ് ടൈം ഓർ പാസ്റ്റ് പ്രിപ്പറേഷൻ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലായിരിക്കും നിങ്ങൾ മേ ബി ഈ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാവുക. മേ ബി നല്ല രീതിയിൽ സമയം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച അതേപോലെ തന്നെ പഠിച്ച ആളുകളുണ്ടാകും. ഏതെങ്കിലും കാരണവശാൽ അല്പമൊക്കെ പ്രിപ്പറേഷൻ റാൻഡമായിട്ട് പോയിട്ടുള്ള ആളുകളുണ്ടാകും. ഇനി അതെന്ത് സാഹചര്യമാണ് എങ്കിലും ഈ ലോസ്റ്റ് ടൈമിനെക്കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റ് പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെക്കുറിച്ചോ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി ഒരു മിനിറ്റ് പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പകരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ ഫോക്കസ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ അതോടൊപ്പം തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. ട്രസ്റ്റ് മീ, ഈ അവസാന കാലഘട്ടത്തിലുള്ളൊരു പ്രിപ്പറേഷൻ, അത് നിങ്ങൾ മുൻകാലത്ത് ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ പോലും ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയി നമ്മൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അത് എക്സാമിനേഷൻ നിങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ വലിയൊരു എഡ്ജ് ആയിരിക്കും നിങ്ങൾക്കത് നേടിത്തരിക. സോ നിങ്ങളിങ്ങനെ ഈ പ്രിപ്പറേഷനിൽ സ്റ്റക്കാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം സ്വയം ഒന്ന് വിലയിരുത്തുക. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനിൽ സ്വീകരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടൊരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മൾ
ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ എങ്ങനെ നമ്മൾക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹൈ വാല്യൂ സ്കോറിംഗ് ടോപ്പിക്. അതായത് ഒരു മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാതെ അത്തരത്തിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സ്റ്റിൽ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൈ വാല്യൂ ടോപ്പിക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ സ്കോറിംഗ് റീജിയൻസിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണാണ്. കാരണം ഇനി ശേഷിക്കുന്ന ഒരു 1 മന്ത് സമയം കൊണ്ട് നമ്മൾക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു റീസ്റ്റഡി നടത്തുക എന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ചുമല്ല. മെയിൻസ് പരീക്ഷയാണ് എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്ത് അത്തരത്തിൽ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. നിങ്ങൾക്ക് 2 പേപ്പറിലും 100 മാർക്സ് സ്കോർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നൊരു കാര്യം ഓർക്കുക. അതിനോട് തന്നെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ് ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ വാസ്റ്റ് ലോ റിട്ടേൺ ടോപ്പിക്സ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, എന്നാൽ നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനനുസരിച്ച് മാർക്സിൻ്റെ റിട്ടേൺ ഇല്ലാത്ത ടോപ്പിക്കുകളുണ്ട്. അത്തരത്തിലുള്ള ടോപ്പിക്കുകളിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട വളരെ ജനറൽ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതായത് PSC എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഷോർട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ അതിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക, അത് ഇൻഡെപ്തായിട്ട് പഠിക്കുക. കാരണം അങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ എപ്പോഴും PSC അത്തരത്തിൽ ഇംപ്രൊവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അത് ഇൻഡെപ്തായിട്ട് പഠിക്കുക. വളരെ വാസ്റ്റായ എന്നാൽ വളരെ ലോ റിട്ടേൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് വളരെയധികം സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും അധികം ആപ്ലിക്കബിൾ ആവുന്നത് പേപ്പർ 1-നാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി ആൻഡ് ക്വിക്ക് റിവിഷൻ ഫോർ ബെറ്റർ റിട്ടൻഷൻ. അതായത് ഈ ഫോർഗെറ്റ്ഫുൾനെസ് എന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം പരിഹരിക്കേണ്ടത് ഡെയിലി റിവിഷൻ ഉൾപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ക്വിക്ക് റിവിഷൻ കൂടി ഉൾപ്പെടുത്തുക. ക്വിക്ക് റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറിൻ്റെ ഒരു പഠനം നിങ്ങൾ നടത്തുമ്പോൾ മേ ബി ഒരു 45 അല്ലെങ്കിൽ 50 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യം അപ്പോൾ തന്നെ 5-10 മിനിറ്റ് എടുത്തുകൊണ്ട് വളരെ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ആ ഡേ അവസാനിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അന്ന് പഠിച്ച മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ടച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലഭിക്കും. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറന്നുപോയി എന്നൊരു ചിന്ത പിന്നീട് ഉണ്ടാവുകയില്ല. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, പ്രാക്ടീസ് അലോങ് സൈഡ് പ്രിപ്പറേഷൻ. അതായത് പ്രാക്ടീസിന് വേണ്ടിയും റിവിഷന് വേണ്ടിയും ഒക്കെ വേറൊരു സമയം മാറ്റി വെക്കാം. ഇങ്ങനെ ചിന്തിക്കേണ്ടതില്ല. പ്രിപ്പറേഷനോടൊപ്പം തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇത് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിനാണ്. ഞാൻ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. സോ അവിടെ എത്ര നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകളാണെങ്കിലും പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല എങ്കിൽ എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടും, അക്യുറസി വളരെയധികം കുറയും. സോ ഈ സ്പീഡ് ആൻഡ് അക്യുറസി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. സോ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. പേപ്പർ 2മായി ബന്ധപ്പെട്ട പ്രാക്ടീസ് സെഷൻസ് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഡോണ്ട് സ്റ്റഡി എവറിത്തിങ്, ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. അതായത് സിലബസിൽ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വാസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവനായിട്ടും പഠിച്ചാൽ മാത്രമേ എക്സാമിനേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. സോ എക്സാമിനേഷന് വേണ്ടി അത്തരത്തിൽ ഏറ്റവും മാറ്റർ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഇതൊരു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രിപ്പറേഷൻ കാണേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ടെക്നിക്കലായിട്ട് ഓരോ പേപ്പറും എങ്ങനെ ഡീൽ ചെയ്യണം ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബേസിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഘട്ടത്തിൽ വരാവുന്ന ആ ഒരു ഫീലിംഗ് എന്താണ്, അതിനെ എങ്ങനെ മറികടക്കാം, പ്രിപ്പറേഷൻ സ്വീകരിക്കേണ്ട വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഈ ഫൈനൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട്, അതായത് 2 പേപ്പേഴ്സിൻ്റെയും പ്രിപ്പറേഷൻ ഈ ഒരു ഫൈനൽ ഫേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. നമ്മൾ അത്തരത്തിലുള്ളൊരു ഫൈനൽ റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റഡി പ്ലാൻ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മേക്ക് ഷുവർ ടു ജോയിൻ us on ടെലിഗ്രാം. PSC പാഠശാല പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പേപ്പർ 2-ലെ ചില പ്രാക്ടീസ് സെഷൻസ് ഒക്കെ നമ്മൾ അവിടെ ഈ ഒരു ഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ടെസ്റ്റുകൾ ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ അവിടെയുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ ആ ഒരു ചലഞ്ചിന് റെഡി ആവുന്നതിന് വേണ്ടിയാണ്. അതായത് നമുക്ക് തീർച്ചയായിട്ടും ഈ പേപ്പർ 2 ഒക്കെ ആയി ബന്ധപ്പെട്ട് നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ അതിന് ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടിയാണ് ടോപ്പിക് വൈസ് ആയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ടോപ്പിക് വൈസ് ആയിട്ടുള്ള അസസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്കത് ഉപയോഗിക്കാം. സോ ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷനെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക.
സോ ഒരിക്കലും അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. മുൻപിലുള്ള ഈ ഒരു സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും സ്മാർട്ടായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഈ ഒരു കാര്യം അതിനുവേണ്ടി മാത്രം പ്ലാൻ ചെയ്യുക. അത്തരത്തിൽ പഠനം വളരെ സ്മാർട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെ പ്രിപ്പറേഷൻ, അതിന് ഒരു ബാക്കിംഗ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ പേടിയോ കൺഫ്യൂഷനോ ഒന്നുമല്ല, മറിച്ച് കോൺഫിഡൻസ് ആണ്. ആ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ പഠനം തുടരുന്നതിന് വേണ്ടി ശ്രമിക്കൂ. അതുപോലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളത് പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. Anyway, thank you so much guys for watching this particular video, and I wish you all the very best, and please make sure to subscribe if you're first time here. So once again, thank you so much, and I'll see you in the next one.